നമസ്കാരം. ഒടുവിൽ കേന്ദ്ര സഹായത്തിന്റെ വിനിയോഗത്തിന് കേന്ദ്രം കാലാവധി നീട്ടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആഘോഷനാളിൽ അണിഞ്ഞൊരുങ്ങാൻ ആരും കൊതിക്കും ഡിസൈനുകൾ. IGI സർട്ടിഫൈഡ് ഡയമണ്ട് ആഭരണങ്ങളുടെ വിസ്മയിപ്പിക്കുന്ന ശേഖരം ഏറ്റവും കുറഞ്ഞ വിലയിൽ. BIS 916 സ്വർണ്ണാഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. വിശ്വസ്തത ഒരു പൊൻതരിയിലും. മൂഴയിൽ ഗോൾഡൻ ഡയമണ്ട്സ്, മൂഴയിൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, മെയിൻ റോഡ്, സുൽത്താൻ ബത്തേരി. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം കേന്ദ്ര സഹായത്തിന്റെ വിനിയോഗത്തിന് കേന്ദ്രം കാലാവധി നീട്ടി. സാവകാശം നീട്ടിയത് മാർച്ച് 31 നിന്നും ഡിസംബർ 31 വരെ. MDMA കടത്തിന് ആൺകുട്ടികളോടൊപ്പം പെൺകുട്ടികളെയും ഉപയോഗിക്കുന്നതായി വയനാട് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ KP മോഹൻ. ലഹരിക്കടത്തിന് മുമ്പായി പെൺകുട്ടികൾ അറിയാതെ അവർക്ക് MDMA നൽകുന്നു. ഇത്തരം പെൺകുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്ത് അവരെ ട്രാപ്പിൽ വീഴ്ത്തുകയാണെന്നും ഡെപ്യൂട്ടി കമ്മീഷണർ വെളിപ്പെടുത്തൽ മലനാട് ചാനലിന്റെ മുഖാമുഖം പരിപാടിയിൽ. ടൗൺഷിപ്പ് പദ്ധതിയുടെ തറക്കല്ലിടലിനുള്ള ഒരുക്കങ്ങൾ തകൃതി. പന്തൽ നിർമ്മാണം ഏറ്റെടുക്കുന്ന ഭൂമിയുടെ ധാരണാപത്രം ഒപ്പിട്ട ശേഷം ഭൂമിയുടെ വില നിശ്ചയിച്ചതിലെ അപാകത ചൂണ്ടിക്കാട്ടി മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിക്കും. തൊഴിൽ പ്രശ്നം ചൂണ്ടിക്കാട്ടി എസ്റ്റേറ്റ് തൊഴിലാളികളുടെ കളക്ടറേറ്റ് മാർച്ച് നാളെ. ജില്ലയിൽ ഏതാണ്ട് എല്ലായിടത്തും വേനൽ മഴ കനത്തു പെയ്യുമ്പോഴും പുൽപ്പള്ളി മേഖലയിൽ കാര്യമായി മഴയില്ല. പുൽപ്പള്ളി മുള്ളൻകൊല്ലി ഭാഗങ്ങളിൽ ചാറ്റൽ മഴ മാത്രം. മഴ ലഭിക്കാതായതോടെ കാർഷിക വിളകൾ കരിഞ്ഞുണങ്ങാൻ തുടങ്ങി. വിശദമായ വാർത്തകളിലേക്ക്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സഹായത്തിന്റെ വിനിയോഗത്തിന് കേന്ദ്രം കാലാവധി നീട്ടി നൽകി. ഡിസംബർ 31 വരെയാണ് സാവകാശം നീട്ടി നൽകിയത്. നേരത്തെ മാർച്ച് 31-നകം തുക വിനിയോഗിക്കണമെന്ന മാനദണ്ഡത്തിന് എതിരെ സംസ്ഥാനം രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കേന്ദ്രം സാവകാശം നൽകിയ കാര്യം ഹൈക്കോടതിയെ അറിയിച്ചത്. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി കേന്ദ്ര സർക്കാർ കേരളത്തിന് അനുവദിച്ച സഹായധനത്തിന്റെ വിനിയോഗത്തിന് ഡിസംബർ 31 വരെയാണ് സാവകാശം നൽകിയത്. കേന്ദ്ര സർക്കാർ ഇക്കാര്യം ഹൈക്കോടതിയെ രേഖാമൂലം അറിയിച്ചു. നേരത്തെ മാർച്ച് 31 വരെയായിരുന്നു അനുവദിച്ചിരുന്നത്. ഡിസംബർ 31 വരെ തീയതി നീട്ടിയതോടെ കുറേയേറെ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയും. 9 മാസക്കാലത്തിലേറെ സാവകാശം ലഭിച്ചതിനാൽ പുനരധിവാസം ഉൾപ്പെടെ പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കേരളം. 520 കോടി രൂപയാണ് കേന്ദ്രം അനുവദിച്ചത്. ഇത് പുനരധിവാസം ഉൾപ്പെടെയുള്ള 16 പ്രോജക്റ്റുകൾക്ക് വിനിയോഗിക്കാനാകും. ഉരുൾപൊട്ടൽ ദുരന്തബാധിത പ്രദേശമായ മേപ്പാടി പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളിലാണ് കൂടുതൽ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുക. കേരളം ആവശ്യപ്പെട്ട 1500 കോടി രൂപയുടെ വയനാട് പാക്കേജ് സംബന്ധിച്ച് ഇതുവരെയും തീരുമാനമായിട്ടില്ല. മലനാട് ന്യൂസ്, കൽപ്പറ്റ. സംസ്ഥാനത്ത് MDMA കടത്തിന് ആൺകുട്ടികളോടൊപ്പം പെൺകുട്ടികളെയും ഉപയോഗിക്കുന്നതായി വയനാട് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ KP മോഹൻ. മലനാട് ചാനലിന്റെ മുഖാമുഖം പരിപാടിയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ലഹരിക്കടത്തിന് മുമ്പായി പെൺകുട്ടികൾ അറിയാതെ അവർക്ക് MDMA നൽകുന്നു. ഇത്തരം പെൺകുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്ത് അവരെ ട്രാപ്പിൽ വീഴ്ത്തുന്നു. പെൺകുട്ടികൾ പെട്ടെന്ന് പിടിക്കപ്പെടില്ല എന്നത് ഇവരെ മയക്കുമരുന്ന് കടത്തിന് ഉപയോഗിക്കാൻ കാരണമാകുന്നു എന്ന് KP മോഹൻ. വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ സ്കൂളിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടുമെന്ന് കരുതി അധ്യാപകർ മറച്ചുവെക്കരുതെന്നും ഡെപ്യൂട്ടി കമ്മീഷണർ പറഞ്ഞു. MDMA കടത്തിന് ഇപ്പോൾ ഈ ആൺകുട്ടികളോടൊപ്പം തന്നെ പെൺകുട്ടികളെയും ഉപയോഗിക്കുന്നതായി കേട്ടിട്ടുണ്ട്. എത്രമാത്രം വാസ്തവമുണ്ട്, ഏതാണ്ട് കൃത്യമായി പറയാൻ കഴിയില്ലെങ്കിൽ കൂടെ വയനാട്ടിൽ അത് വ്യാപകമാണ്. ഈ പെൺകുട്ടികളെ ഉപയോഗിച്ച് ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ ഉൾപ്പെടെ കടത്തിക്കൊണ്ടുപോകുന്നത് വ്യാപകമാണോ? തീർച്ചയായിട്ടും നമ്മൾ എടുക്കുന്ന മിക്ക കേസുകളിൽ വനിതാ പ്രതികളില്ലാത്ത കേസുകൾ ഇപ്പോൾ വളരെ കുറഞ്ഞു വരികയാണ്. അതിനകത്ത് ഈ കുട്ടികളുടെ കേസ് പറയുമ്പോൾ ആൺ പെൺ ഭേദമില്ലാതെ പെൺകുട്ടികളാവും പെട്ടെന്ന് കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് പെട്ടെന്ന് ഇതുപോലുള്ള കാര്യങ്ങൾ തെറ്റ് പറ്റിപ്പോയാൽ അവർ മറ്റൊരാൾക്ക് പറയാനോ അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെന്ന് പറയാൻ അവർക്ക് അതിനുള്ള ഒരു അവസരം ഉണ്ടാവുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അവസരം കിട്ടിയാലും ഇതുപോലുള്ള കാര്യങ്ങൾ കുട്ടികൾ പറയില്ല, കാര്യം അവർക്ക് അറിയില്ല. അത് മാത്രമല്ല, ഇവരെ ഇതിനോട് ഉപയോഗിക്കുന്നതിന് മുൻപ് തന്നെ ഈ രാസലഹരി കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ അവരെ ഇതിന് കൂടെ നിൽക്കുക, അവർ വിൽഫുള്ളി ചെയ്യുന്നതല്ല, അറിഞ്ഞുകൊണ്ട് സംഭവിക്കുന്നില്ല. ആൺകുട്ടികളെ സംബന്ധിച്ച് പെൺകുട്ടികളെ ട്രാപ്പിലാക്കാൻ വളരെ എളുപ്പമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ അല്ലെങ്കിൽ ഇവരെ ആദ്യമേ ഇത് കൊടുത്തു കഴിഞ്ഞിട്ട്
മൊളാസ്റ്റ് ചെയ്ത് അറിയാമല്ലോ മറ്റുള്ള രീതിയിൽ ഇവർ ഉപയോഗിച്ചതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് പുറത്ത് വരാൻ കഴിയും. അതാണ് ഇതിൻ്റെ മെയിൻ വിഷയം. അതാണ് വരുന്നത്. അപ്പം വയനാട്ടിലും ഇത്തരത്തിൽ പെൺകുട്ടികളൊക്കെ ഉപയോഗിച്ചുള്ള MDMA കടത്ത് ഉണ്ട്. കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് കുറച്ചധികം മറച്ചു വയ്ക്കുന്നു, പുറത്ത് പറയാൻ. അധ്യാപകർക്ക് നമ്മൾ ഫ്രീ ഹാൻഡ് കൊടുക്കണം. ഇപ്പോൾ ഏതെങ്കിലും സ്കൂളിലോ കോളേജിലോ മറ്റേത് സ്ഥാപനങ്ങളിലോ ഏതെങ്കിലും ഒരു കേസുകൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ചേർന്ന് മറ്റേ ഏജൻസിയായിട്ട് ചേർന്ന് കണ്ടുപിടിച്ചാൽ അവരെ ബ്ലാക്ക് മാർക്ക് ചെയ്യാതെ അവരെടുത്ത് ഈ പറഞ്ഞ അത്രയും എൻഫോഴ്സ്മെൻറ്റ് ശക്തമായതുകൊണ്ടും അവരുടെ നിരീക്ഷണം ശക്തമായതുകൊണ്ടാണ് ആ കേസ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞതെന്നും അവർക്ക് അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ അവിടെ തന്നെ വിടണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറണം. ഈ ഒരു അധ്യാപകർ കണ്ടുപിടിച്ചാൽ അവർ തീർച്ചയായിട്ടും ഒരു കാര്യങ്ങളും പുറത്തു പോകില്ല. അവർ ഇപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ടതാണ് PTA റോള്. PTAയും ഇതിൻ്റെ കൂടെ നിൽക്കണം. ഈ പറഞ്ഞ സ്കൂളിലെ ടീച്ചർമാർക്ക് വേണ്ടുന്ന ഏറ്റവും കൂടുതൽ സഹായം ചെയ്ത് കൊടുക്കേണ്ടത് PTA. ടൗൺഷിപ്പ് പദ്ധതിയുടെ തറക്കല്ലിടലിനുള്ള ഒരുക്കങ്ങൾ തകൃതി. ഉദ്ഘാടന ചടങ്ങിനുള്ള പന്തൽ തയ്യാറാക്കാനുള്ള സാമഗ്രികൾ എത്തി. പന്തൽ നിർമ്മാണം നാളെ മുതൽ ആരംഭിച്ചേക്കും. ഏറ്റെടുക്കുന്ന ഭൂമിയുടെ ധാരണാപത്രം ഒപ്പിട്ട ശേഷമാകും പന്തൽ നിർമ്മാണം ആരംഭിക്കുക. അതേസമയം ഭൂമിയുടെ വില നിശ്ചയിച്ചതിലെ അപാകത ചൂണ്ടിക്കാട്ടി മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിക്കും. തൊഴിൽ പ്രശ്നം ചൂണ്ടിക്കാട്ടി എസ്റ്റേറ്റ് തൊഴിലാളികൾ നാളെ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തും. ടൗൺഷിപ്പ് പദ്ധതി സംബന്ധിച്ച അനിശ്ചിതത്വം നിലനിൽക്കുമ്പോഴും പദ്ധതിയുടെ തറക്കല്ലിടലുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണ്. തറക്കല്ലിടാനായുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നുണ്ട്. കൽപ്പറ്റ ബൈപ്പാസിന് സമീപം എൽസ്റ്റൺ എസ്റ്റേറ്റിൽ തറക്കല്ലിടലിന് പന്തൽ നിർമ്മിക്കാൻ സാധന സാമഗ്രികൾ എത്തിക്കഴിഞ്ഞു. ഭൂമി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുന്നതോടെ പന്തൽ നിർമ്മാണം ആരംഭിക്കും. ഉടമയുമായുള്ള ആശയവിനിമയം ജില്ലാ കളക്ടർ ആരംഭിച്ചിട്ടുണ്ട്. നാളെ തന്നെ പന്തൽ നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. അതേസമയം ഭൂമിക്ക് വില നിശ്ചയിച്ചത് സംബന്ധിച്ച് ഉടമ ഹൈക്കോടതിയെ സമീപിക്കുന്നുണ്ട്. ഇതിനു പിന്നാലെ തൊഴിൽ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളികളും സമരരംഗത്താണ്. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ നാളെ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തും. തൊഴിൽ പ്രശ്നം പരിഹരിക്കാതെ ഭൂമി കൈമാറ്റം ചെയ്യാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് ട്രേഡ് യൂണിയനുകൾ. മലനാട് ന്യൂസ്, കൽപ്പറ്റ. ജില്ലയിൽ മറ്റെല്ലാ സ്ഥലങ്ങളിലും വേനൽ മഴ കനത്തു പെയ്യുമ്പോഴും പുൽപ്പള്ളി മേഖലയിൽ കാര്യമായി മഴയില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാടിന്റെ പല ഭാഗങ്ങളിലും ശക്തമായ മഴ പെയ്തിരുന്നു. എന്നാൽ പുൽപ്പള്ളി, മുള്ളൻകൊല്ലി പഞ്ചായത്തുകളിൽ ചാറ്റൽ മഴ മാത്രമാണ് ലഭിച്ചത്. മഴ ലഭിക്കാതായതോടെ കാർഷിക വിളകൾ കരിയാൻ തുടങ്ങി. കഴിഞ്ഞ കുറേ കാലങ്ങളായി ജില്ലയിൽ ഏറ്റവും അധികം വരൾച്ച നേരിടുന്ന പ്രദേശമായി മാറിയിരിക്കുകയാണ് പുൽപ്പള്ളിയും മുള്ളൻകൊല്ലിയും. മാർച്ച് ആദ്യവാരത്തിൽ തന്നെ പലയിടത്തും കാർഷിക വിളകൾ കരിഞ്ഞുണങ്ങാൻ തുടങ്ങി. കാപ്പിയും കുരുമുളകും കവുങ്ങും ഉൾപ്പെടെയുള്ള കൃഷികൾ പലയിടങ്ങളിലും നശിച്ചു. വയലുകൾ പലയിടങ്ങളിലും വിണ്ടുകേറി. കബനി നദിയിലും വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ജലസ്രോതസ്സുകളിലും വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഭാഗങ്ങളിലും വേനൽ മഴ ലഭിച്ചെങ്കിലും മുള്ളൻകൊല്ലി പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതുവരെ കാര്യമായ ഒരു മഴ ലഭിച്ചിട്ടില്ല. ചെറുതായി ചാറ്റൽ മഴ ലഭിച്ചത് കൃഷി കൂടുതൽ വരണ്ടു ഉണങ്ങാൻ ആയിട്ടുള്ള സാധ്യതയുണ്ട്. അതിനാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അടിയന്തരമായ ഒരു ശ്രദ്ധ. പാടിച്ചിറയിലെ കർഷകനായ പാറക്കൽ രാജൻ്റെ കൃഷിയിടത്തിലെ കുരുമുളക് കൃഷി പൂർണ്ണമായും കരിഞ്ഞുണങ്ങി. ചുറ്റുവട്ടത്തെ പല തോട്ടങ്ങളിലെയും സ്ഥിതി ഇതുതന്നെയാണ്. ജില്ലയിൽ മഴക്കാലത്തും ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം കൂടിയായി മാറിയിരിക്കുകയാണ് മുള്ളൻകൊല്ലി. വേനൽ മഴ ശക്തമായി ലഭിച്ചില്ലെങ്കിൽ പുൽപ്പള്ളി മേഖലയിൽ വ്യാപക കൃഷിനാശം ഈ വർഷവും ഉണ്ടാകും. കഴിഞ്ഞ വർഷത്തെ വരൾച്ചയിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ഇതുവരെ നഷ്ടപരിഹാരം നൽകിയിട്ടുമില്ല. CD ബാബു, മലനാട് ന്യൂസ്, പുൽപ്പള്ളി. വീട്ടിൽ സൂക്ഷിച്ച നാടൻ ചാരായവുമായി യുവാവിനെ എക്സൈസ് പിടികൂടി. നൂൽപ്പുഴ മുക്കുത്തിക്കുന്ന് പുളിയാംകണ്ടത്ത് വീട്ടിൽ ദിജീഷാണ് പിടിയിലായത്. വീടിന് സമീപത്തെ പോർച്ചിൽ നിന്ന് 1 ലിറ്റർ നാടൻ ചാരായം എക്സൈസ് പരിശോധനയിൽ കണ്ടെടുത്തു. ഇയാൾക്കെതിരെ അബ്കാരി ആക്ട് പ്രകാരം കേസെടുത്തു. സുൽത്താൻ ബത്തേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ P. ബാബുരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘവും എക്സൈസ് IBയും ചേർന്നാണ് പരിശോധന നടത്തിയത്. വാഴ കർഷകർക്ക് ഇത് നല്ല കാലം. നേന്ത്രക്കുലം മുതൽ മൈസൂർ പൂവന് വരെ നല്ല വിലയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കനത്ത ചൂടിനെ തുടർന്ന് ഉപയോഗം വർദ്ധിച്ചതാണ് വില ഉയരാൻ കാരണം. ഏറെ കാലത്തിന് ശേഷമാണ് വാഴ കർഷകർക്ക് നല്ല കാലം വന്നിരിക്കുന്നത്. എല്ലാ ഇനം കുലകൾക്കും ഇപ്പോൾ നല്ല വിലയാണ് ലഭിക്കുന്നത്. നേന്ത്ര, റോബസ്റ്റ, ഞാലിപ്പൂവൻ, മൈസൂർ പൂവൻ എന്നീ ഇനം കുലകൾക്കെല്ലാം മാന്യമായ വിലയുണ്ട്. നേന്ത്രയ്ക്ക് 48 മുതൽ 50 വരെയും, റോബസ്റ്റയ്ക്ക് 24, ഞാലി 35, മൈസൂർ പൂവൻ 25, പൂവൻ 30 എന്നിങ്ങനെയാണ് നിലവിലെ വില. നിലവിലെ കനത്ത ചൂട് വില ഉയരാൻ കാരണമെന്നാണ് കച്ചവടക്കാർ പറയുന്നത്.
അത്യാവശ്യം നല്ല വില ഉണ്ട് എല്ലാ സാധനത്തിനും. സമീപകാലത്തായിട്ട് ഏറ്റവും കൂടുതൽ വില കിട്ടിയ ഒരു വർഷമായി ഈ വർഷം. ഏത്തക്കൊല 55 രൂപ 56 രൂപ വില ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് കുറഞ്ഞ് 48 രൂപ ഇപ്പോൾ വില ഉണ്ട്. അതുപോലെ തന്നെ റോബസ്റ്റ് 24 രൂപ ഉണ്ട്. ഞാലിപ്പൂവന്, മൈസൂര് എല്ലാത്തിനും വില ഉണ്ട്. ആ വില വിഷു അടുപ്പിച്ച് ഒന്നും കൂടി റേറ്റ് വ്യത്യാസം വരും. വിഷുവിനോടനുബന്ധിച്ച് വില ഇനിയും ഉയരാനാണ് സാധ്യത. കാലാവസ്ഥാ വ്യതിയാനവും വന്യമൃഗശല്യവും കാരണം ജില്ലയിൽ വാഴക്കൃഷി കുറഞ്ഞതും വില ഉയരാൻ കാരണമായിട്ടുണ്ട്. നിലവിൽ കർണാടക, തമിഴ്നാട് തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും സംസ്ഥാനത്തേക്ക് വാഴക്കുല എത്തുന്നുമുണ്ട്. മലനാട് ന്യൂസ്, ബത്തേരി. ജില്ലാ പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ച റോഡിൽ ജില്ലാ പഞ്ചായത്ത് അനുമതിയില്ലാതെ പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ പണം പിരിച്ച് ടാറിംഗ്. നടവയൽ ചിറ്റാലൂർ കുന്ന് കാവടം റോഡാണ് ചില വ്യക്തികൾ ചേർന്ന് അനധികൃതമായി പണം പിരിച്ച് ടാറിംഗ് ചെയ്തതായി പരാതി ഉയർന്നിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്ത് 10 ലക്ഷം രൂപ അറ്റകുറ്റപ്പണികൾക്കായി ഫണ്ട് നീക്കിവെച്ച റോഡിലാണ് അനധികൃതമായി ചില ആളുകൾ ചേർന്ന് ടാറിംഗ് നടത്തിയത്. റോഡ് പണിയുടെ പേരിൽ എത്ര തുക പിരിച്ചുവെന്നോ എത്ര ചെലവാക്കിയെന്നോ കണക്കില്ല. റോഡിൽ അങ്ങിങ്ങായി രൂപപ്പെട്ടു തുടങ്ങിയ ചില കുഴികൾ വാഹനയാത്രയ്ക്ക് തടസ്സമാണെന്ന് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചാണ് പണം പിരിച്ച് കരാറുകാരനെ ഏൽപ്പിച്ച് പണി നടത്തിയത്. കണിയാമ്പറ്റ പഞ്ചായത്ത് 2-ാം വാർഡിൽ അനുമതിയില്ലാതെ പ്രവർത്തിച്ചു വന്നിരുന്ന ടാർ മിക്സിംഗ് യൂണിറ്റിന്റെ പ്രകാരമായാണ് കരാറുകാരൻ ഈ പണി ഏറ്റെടുത്തതെന്നും ആരോപണമുണ്ട്. ജില്ലയിലെ ഗ്രാമീണ റോഡുകൾ മുഴുവൻ ഇത്തരത്തിൽ പണി പൂർത്തീകരിക്കാമെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രസക്തി എന്തെന്നുള്ള ചോദ്യവും ഇവിടെ പ്രസക്തമാണ്. ജനങ്ങളുടെ പൈസയും മേടിച്ച് ടാറിങ് ചെയ്തതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷെ ഇത് പഞ്ചായത്തിന്റെ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഇതിലിരിക്കുമ്പോഴാണ് ഇവർ ഈ പ്രവൃത്തി ചെയ്തേക്കുന്നത്. അത് കുറച്ച് കഴിയുമ്പോഴത്തേനും സംഭവം കാലതാമസം അനുസരിച്ച് മാറി കിട്ടേണ്ട ഒരു ഫണ്ടാണ്. ഇനി അതൊരു വേറെ വഴിക്ക് ചെലവായി പോവുള്ളൂ. അപ്പൊ ഇതിനെക്കുറിച്ച് നമുക്ക് ഈ റോഡിനെ കുറിച്ച് അതിൻ്റെ ഒരു കാര്യവും ഇല്ല. ഇത് വെറുതെ നമ്മുടെ കണ്ണിൽ ഇനി ഒരു 6-7 മാസം കൂടി കഴിഞ്ഞാൽ ഇലക്ഷനാണ് വരുന്നത്. അപ്പൊ വെറുതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും കൂടെ നടത്തിയ ഒരു പരിപാടിയാണിത്. ഈ റോഡുമായി ബന്ധപ്പെട്ടുള്ള കാവടം പാലത്തിന്റെ പണി വർഷങ്ങൾക്ക് മുൻപ് പൂർത്തിയായെങ്കിലും റോഡ് ഉദ്ഘാടനം ചെയ്ത് ഇതുവരെ തുറന്നു കൊടുത്തിട്ടില്ല. ഫണ്ട് വകയിരുത്തിയിട്ടും ആ ഫണ്ട് ഉപയോഗിക്കാതെ തിടുക്കത്തിൽ പിരിവ് നടത്തി ജില്ലാ പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയതിൽ ദുരൂഹതയുണ്ടെന്നും ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. മലനാട് ന്യൂസ്, നടവയൽ. മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ പ്രധാന ടൗണുകളിലൊന്നായ പാടിച്ചിറയെ അധികൃതർ അവഗണിക്കുന്നതായി പരാതി. അടിസ്ഥാന സൗകര്യങ്ങൾ യാതൊന്നും പാടിച്ചിറ ടൗണിലില്ല. ബാങ്കുകളും KSEB ഓഫീസും അടക്കം സ്ഥിതി ചെയ്യുന്ന ടൗണാണ് പാടിച്ചിറ. നിരവധി വ്യാപാര സ്ഥാപനങ്ങളും ഇവിടെയുണ്ട്. മുള്ളൻകൊല്ലിയിൽ നിന്നും മരക്കടവിലേക്കും സീതാമൗണ്ടിലേക്കുമെല്ലാം ഈ വഴിയാണ് വാഹനങ്ങൾ പോകുന്നത്. എന്നാൽ റോഡാകെ തകർന്നു കിടക്കുന്നു. ടൗണിൽ ബസ് വെയിറ്റിംഗ് ഷെഡും ഇല്ല. ടൗൺ രാത്രിയാകുന്നതോടെ ഇരുട്ടിലുമാകുന്നു. പാടിച്ചിറ ടൗണിലാണെങ്കിൽ ഇപ്പോൾ യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളുമില്ല. റോഡാണ് ആകെ പൊട്ടിപ്പൊളിഞ്ഞ് ഒരു കാൽനട യാത്രക്കാർക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിൽ നന്നാക്കും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ യാതൊരു തീരുമാനവും ആയിട്ടില്ല, ഒരു നടപടിയായിട്ടില്ല. ടൗണിൽ ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ ഒന്ന് മാത്രമാണ് പ്രകാശിക്കുന്നത്. തെരുവ് വിളക്കുകളും ഇല്ല. നിരവധി ദീർഘദൂര ബസ് സർവീസുകൾ രാത്രികാലങ്ങളിൽ ഈ വഴി കടന്നു പോകുന്നുണ്ട്. എന്നിട്ടും ആവശ്യമായ വെളിച്ച സംവിധാനം ടൗണിൽ ഒരുക്കിയിട്ടില്ല. ടൗണിൽ അഴുക്കുചാലുകളും പലയിടത്തും ഇല്ല. ഇക്കാരണത്താൽ മഴക്കാലമായാൽ റോഡിലാകെ വെള്ളം കെട്ടി നിൽക്കുന്നതും പതിവ് കാഴ്ചയാണ്. CD ബാബു, മലനാട് ന്യൂസ്, പുൽപ്പള്ളി. ജലസംരക്ഷണത്തിന് മാതൃകയായി നെന്മേനിയിലെ നെൽ കർഷകർ. അരിമാനി, ചിറ്റൂർ, കഴമ്പ് പാടശേഖരങ്ങളിലെ കർഷകരാണ് ഇവിടുത്തെ ചെക്ക് ഡാം നവീകരിച്ച് ആദ്യ വേനൽ മഴയിലെ വെള്ളം 60 ഏക്കർ പുഞ്ചപ്പാടത്ത് എത്തിച്ചത്. വെള്ളം എത്തിയതോടെ കരിഞ്ഞുണങ്ങാൻ തുടങ്ങിയ പാടശേഖരം ഇപ്പോൾ പച്ച പണിഞ്ഞിരിക്കുകയാണ്. വേനൽ മഴ പ്രതീക്ഷിച്ച് ചിറ്റൂർ, കഴമ്പ് പാടശേഖരങ്ങളിലെ കർഷകർ ഇത്തവണ 60 ഏക്കറോളം പാടത്താണ് പുഞ്ചകൃഷി ഇറക്കിയത്. വേനൽ മഴയിൽ എത്തുന്ന വെള്ളം തടഞ്ഞു നിർത്തുന്നതിനായി പാടശേഖരത്തിന് നടുവിലൂടെ ഒഴുകുന്ന തോട്ടിലെ ചെക്ക് ഡാമും കർഷകർ നവീകരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം പ്രദേശത്ത് ശക്തമായ മഴയുമുണ്ടായി. ഇതോടെ തോട്ടിലൂടെ ഒഴുകിയെത്തിയ വെള്ളം ചെറു ഡാമിൽ തടഞ്ഞു നിർത്താനായി. ഇവിടെ നിന്നും സമീപത്തെ അരിമാനി, ചിറ്റൂർ, കഴമ്പ് പാടശേഖരങ്ങളിൽ എത്തിച്ചാണ് കടുത്ത വേനലിൽ കരിഞ്ഞുണങ്ങാൻ തുടങ്ങിയ പാടങ്ങളിലെ നെൽച്ചെടികൾക്ക് കർഷകർ വെള്ളം എത്തിച്ചത്. കൃഷിയും കാര്യങ്ങളൊക്കെ കൊണ്ടുനടക്കുന്ന അവർ തന്നെയാണ് ചെയ്യുന്നത്. അവരിപ്പോൾ 2 കൃഷിയായിട്ട് എടുത്തു പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ കൊല്ലം അവരിപ്പോൾ ഇട്ടിട്ട് ഇന്നലെ മഴ കിട്ടി. അതുകൊണ്ട് അവർക്കൊരു കാര്യത്തിൽ പെടുകയും ചെയ്യും. വിളകൾക്കൊന്നും ആർക്കും ഒരു നഷ്ടവും വരാത്ത രീതിക്ക് നോക്കും. പിന്നെ കുറച്ച് വാഴ കൊഴിഞ്ഞ് തൂങ്ങിപ്പോയി. ശക്തമായ വേനൽ എല്ലായിടത്തും പ്രതിസന്ധി തീർക്കുമ്പോൾ ഇവിടെ പുഞ്ചപ്പാടം പച്ചപ്പ് തീർത്തിരിക്കുകയാണ്. പ്രതിസന്ധികളെ അതിജീവിച്ച് നെൽകൃഷി സംരക്ഷിക്കുന്ന ഇവിടുത്തെ കർഷകരെ എല്ലാവരും മാതൃകയാക്കേണ്ടതാണ്.
മലനാട് ന്യൂസ് ബത്തേരി. വള്ളിയൂർക്കാവ് ആറാട്ട് മഹോത്സവത്തിന് കൊടിയേറി. ഇനിയുള്ള നാളുകൾ ആചാരാനുഷ്ഠാനങ്ങളുടെ തിരക്കേറിയ ഉത്സവ നാളുകൾ. ഊരുമൂപ്പൻ രാഘവന്റെ നേതൃത്വത്തിൽ താഴേക്കാവിൽ കൊടിയേറ്റ് നടന്നു. ക്ഷേത്രത്തിൽ പണിയ വിഭാഗത്തിനാണ് കൊടിയേറ്റുന്നതിനുള്ള അവകാശം. ഉത്സവത്തിന് കൊടിയേറ്റിയ ശേഷം വള്ളിയൂർക്കാവിലേക്കുള്ള വേമൂത്ത് നമ്പ്യാരുടെയും എടച്ചന നായരുടെയും സ്ഥാനിക തറകളിലും കൊടിയുയരും. ഉത്സവം തുടങ്ങി 7ാം നാൾ കൊടിയേറ്റുന്നതാണ് കാവിലെ രീതി. കൊടിയേറ്റ അടുപ്പിൽ ഉത്സവം തുടങ്ങാൻ നേരത്തെ അടുപ്പിൽ തീ കത്തിച്ചു കൊടുക്കൽ ഞങ്ങളാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ഉത്സവം 7ാം തീയതി കാട്ടു പോയിട്ട് മുള കൊത്തിക്കൊണ്ട് വന്നിട്ട് കൊടിയേറ്റം. അത് നമ്മളെ പണ്ടേ ഉള്ള അവകാശമാണ്. പിന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ല. വനത്തിൽ നിന്നും പ്രത്യേകം തെരഞ്ഞെടുത്ത ലക്ഷണമൊത്ത മുളകളിലാണ് കൊടിയുയർത്തുക. ഇനിയുള്ള നാളുകളാണ് ആറാട്ട് മഹോത്സവത്തിലെ പ്രധാന ദിനങ്ങൾ. 11ാം നാൾ ചേരംകോട്ട് ഇല്ലത്തു നിന്നും എത്തുന്ന ഒപ്പന വരവോടുകൂടി ആറാട്ട് മഹോത്സവം അതിന്റെ പരിപൂർണതയിലെത്തും. ദേശീയോത്സവമായ വള്ളിയൂർക്കാവിൽ ഇന്ന് പ്രധാനപ്പെട്ട ചടങ്ങാണ് നടന്നിരിക്കുന്നത്, കൊടിയേറ്റം. കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഗോത്രവിഭാഗക്കാർ എല്ലാ വിഭാഗക്കാരും കൂടി കൊടിയേറ്റം നടത്തിയിരിക്കുന്നത്. ഇന്നൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യം നയലിനെ കാണുകയും കുറിച്ച സമുദായത്തിൻ്റെ അതിനുശേഷം തുടിയോടുകൂടിയാണ് ആദിവാസി പണി വിഭാഗത്തിൻ്റെ ആൾക്കാർ കൊടിയെടുത്തിരിക്കുന്നത്. തുടർന്ന് 4 നാളുകൾ താഴേക്കാവിൽ ഒപ്പന ദർശനമുണ്ടാകും. ഉത്സവത്തിന് കൊടിയേറിയതോടെ കാവും പരിസരവും ഭക്തിസാന്ദ്രമായി. മലനാട് ന്യൂസ് മാനന്തവാടി. വിവിധ ഗോത്ര സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ വള്ളിയൂർക്കാവിൽ നടക്കുന്ന ഗോത്രപർവം ഗോത്ര കലാസംഗമത്തിന് തുടക്കം. വയനാട്ടിൽ ആദ്യമായാണ് ഇത്തരത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഗോത്ര വിഭാഗങ്ങളുടെ കലാസംഗമം നടക്കുന്നത്. 2 ദിവസത്തിലായി നടക്കുന്ന കലാസംഗമത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരാണ് പങ്കെടുക്കുന്നത്. ഇന്നലെ കണ്ണൂരിൽ നിന്നുള്ള കുറിച്യ ഗോത്ര വിഭാഗത്തിന്റെ കോൽക്കളി, കാസർഗോഡ് മാവിലൻ ഗോത്ര വിഭാഗത്തിന്റെ മംഗലം കളി, വയനാട് പണിയ ഗോത്ര വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടന്ന വട്ടക്കളി, കമ്പളനാട്ടി, അടിയ വിഭാഗത്തിന്റെ ഗദ്ദിക എന്നിവ നടന്നു. സംഗമത്തിൽ കാണികളെ അത്ഭുതപ്പെടുത്തി കോൽക്കളി പ്രകടനവുമായി കണ്ണൂര് നരിക്കോട് മലയിൽ നിന്നുള്ള ഗോത്ര സംഘമാണ് ആദ്യം വേദിയിലെത്തിയത്. 2 ദിവസത്തെ ഗോത്രകലാ സംഗമം നടക്കുകയുമാണ്. ഇതിൻ്റെ ആദ്യ ദിവസത്തെ പരിപാടി എന്ന രീതിയിൽ വള്ളിയൂർക്കാവ് ഹാളിൽ വെച്ച് നടന്ന പരിപാടിയാണ്. കേരളത്തിലെ വിവിധ ഗോത്ര വിഭാഗങ്ങളുടെ തനത് കലാരൂപങ്ങളാണ് അരങ്ങേറിയിട്ടുള്ളത്. കാസർഗോഡ് ഗോത്ര വിഭാഗത്തിൻ്റെ മംഗലം കളിയും കണ്ണൂർ ജില്ലയിലെ ഗോത്രവിഭാഗം സ്ത്രീകൾ അവതരിപ്പിച്ച കോൽക്കളിയും അതോടൊപ്പം തന്നെ വയനാട്ടിലെ അടിയ പ്രാക്തന ഗോത്രവിഭാഗത്തിൻ്റെ ഗദ്ദികയുമാണ് ഇന്ന് അരങ്ങേറിയിട്ടുള്ള ഗോത്രകലകൾ. ഗുരു കുമാരന്റെ നേതൃത്വത്തിലുള്ള 14-അംഗ ടീമാണ് പരിപാടി അവതരിപ്പിച്ചത്. കുറിച്യ വിഭാഗത്തിലുള്ള ഇവർ പ്രയാഗ്രാജിൽ കുംഭമേളയിലും കോൽക്കളി അവതരിപ്പിച്ചിരുന്നു. വനവാസി വികാസ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് ഇവർ കുംഭമേളയിൽ പരിപാടി അവതരിപ്പിച്ചത്. വയനാട്ടിൽ പൊതുവേദിയിൽ ആദ്യമായി നടക്കുന്ന കലാരൂപം കാണാൻ നിരവധി ആളുകളാണ് എത്തിയത്. മലനാട് ന്യൂസ് മാനന്തവാടി. വള്ളിയൂർക്കാവ് ആറാട്ട് മഹോത്സവത്തിൽ ശ്രദ്ധേയമായി തോറ്റംപാട്ട്. ഉത്സവ ദിനങ്ങളിലെ 14 ദിവസവും നടത്തുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ ഒട്ടേറെ ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലെത്തുന്നത്. ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടത്തിവരുന്ന ഒരു അനുഷ്ഠാനമാണ് തോറ്റംപാട്ട്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഭദ്രകാളിയെ ശ്രീകോവിലിൽ നിന്നും എഴുന്നള്ളിച്ച പാട്ടമ്പലത്തിൽ കുടിയിരുത്തി ഭദ്രകാളിയുടെ അവതാര കഥ ആദ്യ അവസാനം പാടുന്ന അനുഷ്ഠാനമായ തോറ്റംപാട്ട് വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിൽ ഉച്ചപൂജ സമയത്ത് മേലേക്കാവിലെ പാട്ടുപുരയിലാണ് നടക്കുക. കാളി ദ്വാരക യുദ്ധമാണ് തോറ്റത്തിൽ പാടുന്നത്. ഊരാളന്മാരും കീഴാളന്മാരും ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികൾക്കും ഉത്സവ നടത്തിപ്പിന്റെ തെറ്റുകുറ്റങ്ങളും വരുത്തേണ്ട മാറ്റങ്ങളും ഉറഞ്ഞു തുള്ളുന്നതിനിടെ കുറിപ്പു നൽകുന്നു. ദേവീ കൽപ്പനകൾ നൽകിയാണ് തോറ്റം അവസാനിക്കുക. ദേവിയുടെ ജനനവും അതോടൊപ്പം തന്നെ ദേവിയുടെ കർമ്മത്തിലൂടെ സമൂഹത്തിൽ വരുന്ന ചൈതന്യവർദ്ധനവും വേണ്ടിയിട്ടാണ് തോറ്റം പാടുന്നത് എന്നുള്ളതാണ് സങ്കല്പിക്കുന്നത്. തോറ്റം പാടുന്നത് തന്നെ കുറുപ്പന്മാരാണ്. കുറുപ്പന്മാർക്ക് പാരമ്പര്യ അവകാശമുള്ളതാണ്. തോറ്റത്തിലൂടെ ദേവിയെ സ്തുതിക്കുകയും അതാത് കാലത്ത് ക്ഷേത്രത്തിനും ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള കർഷകർക്കും ക്ഷേത്രത്തെ ആശ്രയിച്ച് നിൽക്കുന്നവർക്കും എല്ലാം വരുന്ന
മാറ്റങ്ങളെക്കുറിച്ച് പറയുക എന്നുള്ളതാണ് തോറ്റംപാട്ടിലൂടെ ഉദ്ദേശിക്കുന്നത്. ക്ഷേത്രാവകാശിയായ വെള്ളമുണ്ടയിലെ ചെറുകര സുന്ദരക്കുറുപ്പിനാണ് വള്ളിയൂർക്കാവ് ഭദ്രകാളി ക്ഷേത്രത്തിൽ തോറ്റംപാട്ട് ചടങ്ങുകൾ നടത്തുന്നതിനുള്ള അവകാശം. മലനാട് ന്യൂസ്, മാനന്തവാടി. റോഡിലെ വെള്ളക്കെട്ടിൽ കുരുങ്ങി വാഹനങ്ങൾ. പുൽപ്പള്ളി ബത്തേരി റൂട്ടിൽ താഴെ അങ്ങാടിയിലാണ് റോഡിന് നടുവിലെ കുഴിയിൽ വാഹനങ്ങൾ കുടുങ്ങുന്നത്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. കഴിഞ്ഞ 5 വർഷത്തോളമായി ഇതേ അവസ്ഥയിൽ തന്നെയാണ് താഴെയങ്ങാടിയിലെ ഈ ഭാഗത്തെ റോഡ്. വലിയ മഴ പെയ്യുമ്പോൾ റോഡിലൂടെ വാഹനങ്ങൾ കടത്തിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. ചെറുവാഹനങ്ങൾ പലപ്പോഴും വെള്ളത്തിൽ കുടുങ്ങുന്നതും പതിവാണ്. നിരവധി അപകടങ്ങളും ഈ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. പുൽപ്പള്ളിയിൽ നിന്ന് ബത്തേരിക്ക് പോകുന്ന ഒരു ദേശീയപാതയാണിത്. ഒരു മഴ പെയ്യുമ്പോൾ തന്നെ ഫുള്ള് 2 സൈഡും വെള്ളപ്പൊക്കമാണ്. ചെറിയ വാഹനങ്ങൾക്കൊന്നും കടന്നു പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ്. ഒരു പ്രാവശ്യം ഇതിനു മുമ്പ് ഒരു മഴ പെയ്തപ്പോൾ ഞാൻ വണ്ടിയെല്ലാം കാൽവായ്ക്കുന്ന വഴി പോകേണ്ടി വന്നു. ഈ പാത ഇന്ന് നന്നായി കിട്ടിയാൽ ഏറ്റവും നല്ലതായിരുന്നു. ചെറിയ വാഹനങ്ങൾ കടന്ന് തീരെ പോകാൻ ബുദ്ധിമുട്ടാണ്. രാത്രി സമയങ്ങൾ ഒട്ടും പോകത്തില്ല. റോഡിന്റെ തകർച്ച പരിഹരിക്കണം എന്നാവശ്യപ്പെട്ട് അധികൃതർക്ക് പലതവണ പരാതി നൽകിയിട്ടുണ്ട്. PWD അധികൃതരാവട്ടെ ഇതൊന്നും കാണാത്ത ഭാവം നടിക്കുന്നു. സദാസമയവും വാഹനത്തിരക്കുള്ള റോഡ് കൂടിയാണ് ഇത്. ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഈ വഴി കടന്നു പോകുന്നത്. എന്നിട്ടും റോഡിന്റെ ഈ ഭാഗം മാത്രം നന്നാക്കാൻ അധികൃതർ യാതൊരു താല്പര്യവും എടുത്തിട്ടില്ല. വലിയ ചെലവില്ലാതെ നടത്താവുന്ന പ്രവൃത്തി കൂടിയാണ് ഇത്. ഈ ഭാഗത്തെ കൾവർട്ടും തകർച്ചയെ നേരിടുന്നു. സമീപത്തെ വലിയ മരവും ഭീഷണിയായി നിലകൊള്ളുകയാണ്. ഇക്കാര്യങ്ങളിലും ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധ പതിഞ്ഞിട്ടില്ല. സിഡി ബാബു, മലനാട് ന്യൂസ്, പുൽപ്പള്ളി. മതസൗഹാർദ്ദത്തിന് ഉത്തമ ഉദാഹരണമായി കണിയാമ്പറ്റ പച്ചിലക്കാട് മാരിയമ്മൻ ക്ഷേത്രോത്സവം. ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ ഭക്ഷണശാലയ്ക്കും പ്രാദേശിക കലാപരിപാടികൾക്കുമായി പച്ചിലക്കാട് ഹിദ്മത്തുൽ ഇസ്ലാം മഹല്ല് കമ്മിറ്റി സ്ഥലം വിട്ടു നൽകിയാണ് മതസൗഹാർദ്ദത്തിന് മാതൃകയായത്. പച്ചിലക്കാട് റോഡരികിലുള്ള മാരിയമ്മൻ ക്ഷേത്രത്തോട് ചേർന്ന് തന്നെയാണ് ഹിദ്മത്തുൽ ഇസ്ലാം മഹല്ല് കമ്മിറ്റിയുടെ മദ്രസ ബിൽഡിംഗും സ്ഥലവുമുള്ളത്. തുടർച്ചയായി 6 വർഷമായി മാരിയമ്മൻ ക്ഷേത്രോത്സവത്തിന് മഹല്ല് കമ്മിറ്റി സ്ഥലം വിട്ടു നൽകി വരികയാണ്. ഇത് ഏറെ ഉപകാരപ്രദമാണെന്ന് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. എല്ലാ മതത്തിലുള്ള ആൾക്കാരും അതുപോലെ തന്നെ എല്ലാ ജാതിയിലുള്ള ആൾക്കാരും എല്ലാ രീതിയിലുള്ള സഹകരണമാണ് നമുക്ക് തരുന്നത്. നമ്മൾ ഉത്സവം നടത്താൻ വേണ്ടിയിട്ടുള്ള സ്ഥലത്തിന്റെ പരിമിതികൾ ഉണ്ടാകുമ്പോൾ പോലും പല മതത്തിൽപ്പെട്ട തൊട്ടടുത്തുള്ള മതത്തിൽപ്പെട്ട ആൾക്കാരും നമുക്ക് വേണ്ടി സഹകരിച്ചുകൊണ്ട് അവരുടെ സ്ഥലങ്ങളടക്കം നമുക്ക് വിട്ടു തന്നുകൊണ്ടാണ് നമ്മുടെ ഈ പച്ചിലക്കാടത്തെ ഈ ഉത്സവം ഗംഭീരമാക്കി തീർക്കാൻ വേണ്ടി എല്ലാവരും സഹകരിക്കുന്നത്. ഈ മദ്രസ അങ്കണം അവർക്ക് ഉത്സവം നടത്തുന്നതിന് വേണ്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ, ഭക്ഷണവും അതേപോലെ തന്നെ അവരുടെ കലാപരിപാടികളും മറ്റും ഒക്കെ നടത്തുന്നതിന് നമ്മൾ കഴിഞ്ഞ 6 വർഷക്കാലമായി നല്ല രീതിയിൽ അവർക്ക് ഈ പരിപാടികൾ നടത്തുന്നതിന് സൗകര്യത്തിന് വേണ്ടി കൊടുക്കുകയാണ്. നാട്ടിലെ മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയ ശ്രമം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇത് ഇങ്ങനെ നൽകുന്നത്. മാരിയമ്മൻ ക്ഷേത്രോത്സവത്തിന് തങ്ങളാലാകുന്ന വിധം സഹായ സഹകരണങ്ങൾ നൽകുന്നുണ്ടെന്നും മഹല്ല് കമ്മിറ്റിക്കുള്ള പ്രാധാന്യം പോലെ തന്നെയാണ് ക്ഷേത്രോത്സവത്തിന് തങ്ങൾ കാണുന്നതെന്നും പച്ചിലക്കാട് മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. മലനാട് ന്യൂസ്, കണിയാമ്പറ്റ. ഇനി കമ്പോള നിലവാരം. കാപ്പിപ്പരിപ്പ് കിലോയ്ക്ക് 430, ഉണ്ടക്കാപ്പി കിലോയ്ക്ക് 268, കുരുമുളക് വയനാടൻ കിലോയ്ക്ക് 690, കുരുമുളക് ചേട്ടൻ കിലോയ്ക്ക് 680, നേന്ത്രക്കായ് കിലോയ്ക്ക് 50, ഇഞ്ചി ചാക്കിന് 1400, ചേന ചാക്കിന് 3100, റബ്ബർ കിലോയ്ക്ക് 181, സ്വർണം പവന് 66,160, വെള്ളിഗ്രാമിന് 98 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം കേന്ദ്ര സഹായത്തിന്റെ വിനിയോഗത്തിന് കേന്ദ്രം കാലാവധി നീട്ടി. സാവകാശം നീട്ടിയത് മാർച്ച് 31 നിന്നും ഡിസംബർ 31 വരെ. MDMA കടത്തിന് ആൺകുട്ടികളോടൊപ്പം പെൺകുട്ടികളെയും ഉപയോഗിക്കുന്നതായി വയനാട് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ KP മോഹൻ. ലഹരിക്കടത്തിന് മുമ്പായി പെൺകുട്ടികൾ അറിയാതെ അവർക്ക് MDMA നൽകുന്നു. ഇത്തരം പെൺകുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്ത് അവരെ ട്രാപ്പിൽ വീഴ്ത്തുകയാണെന്നും ഡെപ്യൂട്ടി കമ്മീഷണർ. വെളിപ്പെടുത്തൽ മലനാട് ചാനലിന്റെ മുഖാമുഖം പരിപാടിയിൽ. ടൗൺഷിപ്പ് പദ്ധതിയുടെ തറക്കല്ലിടലിനുള്ള ഒരുക്കങ്ങൾ തകൃതി.
പന്തൽ നിർമ്മാണം ഏറ്റെടുക്കുന്ന ഭൂമിയുടെ ധാരണാപത്രം ഒപ്പിട്ട ശേഷം ഭൂമിയുടെ വില നിശ്ചയിച്ചതിലെ അപാകത ചൂണ്ടിക്കാട്ടി മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിക്കും. തൊഴിൽ പ്രശ്നം ചൂണ്ടിക്കാട്ടി എസ്റ്റേറ്റ് തൊഴിലാളികളുടെ കളക്ടറേറ്റ് മാർച്ച് നാളെ. ജില്ലയിൽ ഏതാണ്ട് എല്ലായിടത്തും വേനൽ മഴ കനത്തു പെയ്യുമ്പോഴും പുൽപ്പള്ളി മേഖലയിൽ കാര്യമായി മഴയില്ല. പുൽപ്പള്ളി മുള്ളൻകൊല്ലി ഭാഗങ്ങളിൽ ചാറ്റൽ മഴ മാത്രം. മഴ ലഭിക്കാതായതോടെ കാർഷിക വിളകൾ കരിഞ്ഞുണങ്ങാൻ തുടങ്ങി. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇനി മലനാട് കേബിൾ ഉപഭോക്താക്കൾക്കുള്ള അറിയിപ്പാണ്. മലനാട് കേബിൾ നെറ്റ്വർക്കിലെ സെറ്റ് ടോപ്പ് ബോക്സുകളുടെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വരും ദിവസങ്ങളിൽ നടക്കും. ഇത് സാധാരണയായി നടക്കുന്ന പ്രവൃത്തിയുടെ ഭാഗമാണ്. ഈ സമയം ഉപഭോക്താക്കൾ സെറ്റ് ടോപ്പ് ബോക്സ് ഓഫ് ചെയ്യരുതെന്ന് ഓർമ്മിപ്പിക്കുന്നു. സെറ്റ് ടോപ്പ് ബോക്സ് സോഫ്റ്റ്വെയർ അപ്ഡേഷനുമായി മാന്യ ഉപഭോക്താക്കൾ സഹകരിക്കുക. ഇനി ന്യൂസ് വേവ്സിൽ വിഭ ചേരും. നമസ്കാരം.